സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മഹാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ത്യൻ പതാകേൻ്റെ നിറം വരെ മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് കുറച്ച് BJP ഷൊണ്ണകൾ. നമ്മൾ ആ ഷൊണ്ണകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ മേലെ ഒരു പോസ്റ്റർ കാണും. സോ ഇന്ത്യൻ പതാക കാവ്യാക്കണം, CPIM പച്ച പതാക ഉപയോഗിച്ചുകൊട്ടെ, M ശിവരാജൻ. സോ ഇവരൊക്കെ എന്താ പറയണ്ടേ? ഒന്നും പറയാനുമില്ല. അതാണ്. സോ ഫോട്ടോ കണ്ടില്ല, ഏതാ ചിരിച്ചു നിൽക്കണ ഫോട്ടോ? ഇന്ത്യൻ പതാകേനെ നിറം കാവ്യാക്കണം എന്നുള്ളത്. ഇതെന്താ BJP അനുകൂലികൾ മാത്രമുള്ള ഒരു രാജ്യമാണോ ഇന്ത്യ? കാവ്യാക്കണം എന്നൊക്കെ ഒരു ഇതുമില്ലാതെ, അതും ഇന്ത്യൻ പതാകേനൊക്കെ അപമാനിച്ചിട്ട് പറയുന്ന രീതിയിൽ. സോ ഇവനെതിരൊക്കെയല്ലേ കേസെടുക്കണ്ടേ? കേസെടുക്കാൻ തുനിയോ ഇവിടുത്തെ പോലീസ്? സോ ഇന്ത്യൻ പതാകയെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പേയുള്ളൊരു കേസ് വേറെ ഉണ്ടോ? ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവർ പേരിൽ കേസെടുക്കേണ്ടത് തന്നെയല്ലേ ഇത് ശരിക്ക്? ആര് കേസെടുക്കും? ആരും എടുക്കാൻ പോണില്ല. ഇത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ പറഞ്ഞാലോ കേസായി, പുല്ലാപ്പായി, എല്ലാ വള്ളിക്കേസുമായി. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്ത വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടാ. വേറെ ഇതിൻ്റെ മെയിൻ നേതാവാണ്. മെയിൻ നേതാവ് പോസ്റ്റർ കണ്ടോളൂ. രാജ്യത്തിൻ്റെ അടയാളമാണ് കാവിക്കൊടി. കാവിയെ തള്ളി പച്ചയെ കൂട്ടുപിടിക്കാനുള്ള ശ്രമമാണ് CPIM നടക്കുന്നത്. സോ CPM എന്തെങ്കിലും നടത്തിക്കോട്ടെ, അത് വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് രാജ്യത്തിൻ്റെ അടയാളമാണ്, രാജ്യത്തിൻ്റെ പതാക മാറ്റണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യം? സോ ഇവിടെ BJP അനുകൂലികൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഈ കേരളത്തിൽ. കൂടിക്കൂടി വരുന്നുണ്ട്. സോ കൂടിക്കൂടി വരുന്നുണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ നമ്മളെ കേരളത്തിൽ. എന്നിട്ടാണ് ഇവന്മാർ ഇമ്മാതിരി പൊല്ലാപ്പ് ഒപ്പിച്ച് വെക്കുന്നത് കേട്ടാ. സോ ഇത് പറഞ്ഞിരിക്കുന്നത് K സുരേന്ദ്രനാണ്, എക്സ് പ്രസിഡന്റ് മറ്റേ കേരളത്തിലെ BJPൻ്റെ. എങ്ങനെ ഇരിക്കുന്നു? രാജ്യത്തിൻ്റെ പതാക മാറ്റണം കേട്ടോ. എന്നാലേ നമ്മുടെ രാജ്യത്ത് അടയാളമാണ് കാവിക്കൊടി. രാജ്യത്തിൻ്റെ അടയാളമൊന്നുമല്ല. രാജ്യത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക തന്നെയാണ്. അതാണ് രാജ്യത്തിൻ്റെ അടയാളം. അതിൻ്റെ നടുവിലുള്ള ആ ചക്രവും, സുദർശന ചക്രം, അതാണ് രാജ്യത്തിൻ്റെ അടയാളം കേട്ടോ. അത് മാറ്റാനായിട്ട് താങ്കളും താങ്കളെ പാർട്ടിയും ഇങ്ങടെ ഇറങ്ങണ്ട. അതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനുള്ളത്. ഇവിടെ കാവിക്കൊടിയും വരിയില്ല, പച്ചക്കൊടിയും വിരിയില്ല. മനസ്സിലായോ? സോ ഇവന്മാർ തന്നെയാണ് മറ്റേ എന്താണ് പതാകയിൽ പച്ച നിറണ്ട് പറഞ്ഞിട്ട് അത് മാറ്റണം എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. സോ ഇവരൊക്കെ ഇപ്പോൾ പൊട്ടിമുളച്ച ഷൊണ്ണകളാണ്. സോ ഇവന്മാർക്ക് എന്ത് പതാകേനെ പറയാൻ എന്ത്? എനിക്ക് പോലും പതാകനെ പറയാനുള്ള ഒരു അതില്ല. പിന്നെ ഇവന്മാർക്ക് എന്താണ് ഇത്ര കുരുവട്ടം? ഇവന്മാർ പാർട്ടി രാജ്യം ഭരിക്കണമെന്നുണ്ടുള്ള ധൈര്യമാണോ? സോ പതാകേനെ മാറ്റാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. സോ വെറുതെ കടന്നിങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞ് ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ടിട്ട് എന്താണ് കാര്യം? കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. സോ മുസ്ലിങ്ങളുടെ ഇടയിലായാലും ഹിന്ദുക്കളുടെ ഇടയിലായാലും ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും എല്ലാവർക്കും ഒരു രാജ്യം, ഒരു യൂണിറ്റി, അതായത് ഒരു രാജ്യം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും എന്നല്ല, നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, എല്ലാവർക്കും എന്നല്ല. ചിലർക്ക് മതമായിരിക്കും മെയിൻ, ചിലർക്ക് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും മെയിൻ, ചിലർക്ക് രാജ്യമായിരിക്കും മെയിൻ. നമ്മുടെ രാജ്യത്ത് ഒരുപാട് 140-150 കോടി ജനങ്ങളുണ്ടല്ലോ. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്ന് ഞാൻ പറയണില്ല. എല്ലാവർക്കും പല പോലെ ആയിരിക്കും. പക്ഷെ എൻ്റെ കൺസെപ്റ്റിൽ എനിക്ക് രാജ്യമാണ് വലുത്. മതത്തിനെക്കാട്ടും അതേപോലെ തന്നെ എന്താണ് ഈ കാസ്റ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതിനെക്കാട്ടും എനിക്ക് രാജ്യമാണ് പ്രധാനം. രാജ്യസുരക്ഷയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും. ശരിയല്ലേ? ഇനിയിപ്പോൾ അടുത്ത സംഭവം എന്ന് പറയുന്നത് US ഇസ്രായേൽ ഇറാൻ വാർ. സോ അതൊരു മെയിൻ പ്രശ്നം തന്നെയാണ്. സോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർക്കുമായിരുന്നു. ബട്ട് US എന്തിന് കയറി ഇടപെട്ടു എന്നാണ് എൻ്റെ ചോദ്യം. US എന്തിന് കയറി ഇടപെടാൻ നിന്നു? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. സോ അവരുടെ B2 സ്പിരിറ്റ് ബോംബേഴ്സ്,
അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അമേരിക്കയ്ക്ക് ഇത്ര പേടിയാണോ ഇറാനെ? ഇതിപ്പോഴേ തകർത്തില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പണിയാവുമോ? സോ ജൂതന്മാർക്ക് ഇത് പണിയാണ്. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണില്ല. കാരണം വിവാദമാവാൻ താല്പര്യമില്ല. ഒന്നാമത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിവാദമായിരിക്കും. കാക്കാമാരും അതേപോലെ തന്നെ ഉസ്താദുമാരും നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ മലപ്പുറത്താണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ നിൽക്കുന്നില്ല. അത് ഇടപെടാൻ താല്പര്യമില്ല. സോ എന്താണ് ജൂതന്മാരെ വിരോധം, ഈ എന്താ പറയുക, ഇറാനിലുള്ളവർക്ക് ജൂതന്മാരെ വിരോധം, അതേപോലെ തന്നെ ഇസ്രായേൽ ഗാസേനെ അറ്റാക്ക് ചെയ്തു. സോ ഇതിലൊന്നും ചരിത്രം അറിയാതെയാണ് ഇവന്മാർ കടന്നിട്ട് ഇങ്ങനെ കൊളകൊളാന്ന് എല്ലിക്കൊണ്ടിരിക്കുന്നത്. സോ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. നമ്മളെ ഇന്ത്യനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രായേലാണ്. ആ കാര്യം നമ്മൾ മറക്കരുത്. ഈ അമേരിക്കയും ഇറാനൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഗാസയും പാലസ്തീനും അതേപോലെ ഹമാസും ഇറാനും ഇറാഖും അങ്ങനത്തെ ഇപ്പോഴത്തെ മുസ്ലിം കൺട്രീസൊന്നും നമ്മളെ ഇന്ത്യനെ അധികം സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ പാകിസ്ഥാൻ്റെ ഒപ്പമാണ് നിന്നിരുന്നത്. ആ കാര്യം നമ്മൾ ഇന്ത്യക്കാരെ ഓർക്കണം. ഇസ്രായേലും റഷ്യയാണ് നമ്മളപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായേണ്ടത്. ഇപ്രാവശ്യം പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോഴും ഇസ്രായേലാണ് ആദ്യം വന്നത് ഇന്ത്യക്ക് എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞിട്ട്. ആ കാര്യം നമ്മൾ മറക്കരുത്. സോ ആ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ നേരെ ഉണ്ടാവുള്ളൂ. ആരും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല, പാലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന ബ്ലാഡി പൊളിറ്റിക്കൽ വാറിനല്ല. ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദി സംഘടനയാണ്, അല്ലാതെ പൊക്കി പിടിച്ച് നടക്കേണ്ട ഒരു സംഘടനയൊന്നുമല്ല. ഒരു തീവ്രവാദി സംഘടനയാണ്. ഈ തീവ്രവാദി സംഘടനയാണ് നമ്മൾ താത്തിക്കെട്ടേണ്ടത്. അല്ലാതെ എന്താ പറയുക, ആ ഹമാസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ്. അതാദ്യം ഉൾക്കൊള്ളാൻ പഠിക്കുക. ഓക്കെ. സോ ഇസ്രായേൽ എന്ന് പറയുന്നത് അവരെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്കിപ്പോൾ ഗാസയിലെ ആൾക്കാരെ കൊല്ലണമെന്നൊന്നുമില്ല. ആദ്യം തുടങ്ങി വെച്ചത് ഈ ഹമാസ് തന്നെയല്ലേ, ഈ ബ്ലഡി വാർ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. സോ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കടന്ന് മോങ്ങുക, അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ പാലസ്തീൻ്റെ പ്രശ്നത്തിൽ ഇവിടുന്ന് കുറേ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞതൊക്കെ മറ്റേ കൊണയടിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും പാലസ്തീനോ ഏതെങ്കിലും രാജ്യം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നാ? അതാണ് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ആരും സപ്പോർട്ട് ചെയ്തില്ല. ഈ ഇസ്രായേലും റഷ്യ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ അത്ര തന്നെ പറയുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. വലിയ ഇങ്ങനെ നമ്മുടെ നിലവാരം വിട്ട് എന്താണ് രാജ്യത്തിൻ്റെ പതാക മാറ്റണം, അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. മാറ്റാനൊന്നും പോണില്ല. കാരണം പറയൽ കഴിയും, കുറച്ച് ആൾക്കാർ കാണും, നമ്മളെ പോലെയുള്ളവരിങ്ങനെ റിയാക്ട് ചെയ്യും, അത്ര തന്നെ. അവരെ നമ്മളെ പോലെയുള്ളവരുടെ മുമ്പിൽ ഇവന്മാരൊക്കെ പൊട്ടന്മാരാവും ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ഒരു കണ്ടന്റ് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി, അതാണ് നമ്മൾ വന്നിരുന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.